ഉൽപ്പത്തി പുസ്തകം 1:26 നമ്മൾ വായിക്കുന്നു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. നോമ്പിൻ്റെ ഈ കാലത്തിൽ എന്താണ് ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമെന്ന് നമുക്ക് ധ്യാനിക്കാം. അത് മനുഷ്യനിലുള്ള ദൈവിക ഭാവമാണ്. മനുഷ്യന് ഒരാത്മാവ് നൽകപ്പെട്ടിരിക്കുന്നു. ചിന്തിക്കാൻ, തിരഞ്ഞെടുക്കാൻ, സ്വാതന്ത്ര്യത്തോടെ നന്മ ചെയ്യാനായിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളിലെ കഴിവ് അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് ദൈവം. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവൻ്റെ ജീവിതം ബന്ധങ്ങളിൽ പ്രകാശപൂരിതമാകാനായിട്ടാണ്. ദൈവത്തോടും സഹോദരങ്ങളോടും ഈ പ്രപഞ്ചത്തോടും മുഴുവനും അവൻ ജീവിതത്തിൽ തൻ്റെ ബന്ധത്തിലൂടെയാണ് തൻ്റെ ജീവിതം പ്രകാശമാനം ആക്കുന്നത്. ഏറ്റവും ഒടുവിൽ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഏറ്റവും ഭംഗിയായി വെളിപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനിലാണ്. ഈശോയോട് അനുരൂപപ്പെടുവാനായി ഓരോ മനുഷ്യ ജീവിതവും ഒരുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഇത്ര ആഴവും അർത്ഥവുമുള്ളതായതുകൊണ്ട് നമുക്ക് അഭിമാനപൂർവ്വം മറ്റുള്ളവരോട് പറയാൻ കഴിയണം, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ്.